ആലപ്പുഴ കലവൂരിൽ പട്ടാപ്പകൽ മുഖംമൂടി ആക്രമണം. വീട്ടിനുള്ളിൽ കയറി വീട്ടമ്മയെ അജ്ഞാതൻ അടിച്ച് ബോധം കെടുത്തി. കവർച്ചാശ്രമമെന്നാണ് പ്രാഥമിക നിഗമനം. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ സംഭവത്തിന് ശേഷം കൂടുതൽ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികാഘാതത്തിലാണ് നമ്മുടെ ഈ വിക്ടിമായിട്ടുള്ള സ്ത്രീകളുള്ളത്. അവർ ആ മാനസിക നില പ്രയാസം തരണം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടുന്ന രീതിയിൽ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും ടെലിഫോണിൽ. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, യഥാർത്ഥത്തിൽ ഇവർക്ക് എന്തെങ്കിലും പരിചയമോ ബന്ധമോ ഉണ്ടായിരുന്ന ആളാണോ? കാര്യം അത്രയും ഈ പട്ടാപ്പകൽ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അടിച്ച് ബോധം കെടുത്തി കടന്നു കളയുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഇതിൽ സംഭവിക്കുന്ന കാര്യമല്ല. വിവരങ്ങൾ ഈ ഒരു പ്രദേശത്ത് അജ്ഞാതനായ ഒരാൾ വന്നത്, അതായത് അവർക്ക് സുപരിചിതമല്ലാത്ത ഒരാൾ വന്നാൽ പോലും അടുത്തുള്ള ആളുകൾ അയാളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അയാൾ ചോദിക്കുക എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുക. അത് പെട്ടെന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നാടാണ്. ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. അവിടെ പട്ടാപ്പകൽ ഒരു വീട്ടിൽ ഒരാൾ മുഖംമൂടി ധരിച്ച് വീട്ടിലെത്തുകയും അവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ആ വീട്ടമ്മയെ പല സമയത്തായി ഉപദ്രവിക്കുക, അവരുടെ വായിൽ തുണി തിരുകി കയറ്റി ശേഷം അവരെ ബോധരഹിതയാക്കി അവിടെ കിടത്തിയ ശേഷം വീട് മുഴുവൻ അരിച്ചു പെറുക്കുക. പക്ഷെ ഈ മോഷ്ടാവ് 2-3 മണിക്കൂർ വീട്ടിൽ ചെലവഴിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ 1 രൂപ പോലും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. വീട്ടിൽ സ്വർണം സൂക്ഷിച്ചിരുന്നില്ല. പക്ഷെ 30,000 രൂപയോളം മകന്റെ പണം ഈ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഈ അവസാനം ഈ വായിൽ തുണി തിരികെ കയറ്റിയ ശേഷം കൈയും കാലും കൂട്ടി കെട്ടിയിട്ടു. പിന്നീട് ജനലിൽ കഴുത്തിനോട് ചേർത്ത് പിടിച്ച് കെട്ടിയിട്ട ശേഷം ഇയാൾ അടുക്കള വാതിൽ വഴി കടന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇയാൾ ഈ മുൻവാതിലും പിൻവാതിലും എങ്ങനെയാണോ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ ഭദ്രമായി അടയ്ക്കുന്നത്, അതുപോലെ തന്നെ ഈ മുൻവാതിലും പിൻവാതിലും അടച്ച് ഭദ്രമാക്കിയ ശേഷമാണ് ഇയാൾ അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് മകൻ വീട്ടിലെത്തിയപ്പോൾ ആരും വീട്ടിലില്ലാത്ത പോലെ അനക്കം ഒന്നും കേട്ടില്ല. പിന്നെ അടുക്കള വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഈ 58-കാരി തങ്കമ്മയെ കെട്ടിയിട്ട നിലയിൽ കണ്ടത്. മുഖംമൂടി ധരിച്ച് പൊക്കമുള്ള കറുത്ത ഒരാളാണ് ഈ വീട്ടിലെത്തിയതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും മണ്ണഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പട്ടാപ്പകൽ എങ്ങനെ നടക്കുമെന്നുള്ളത് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകും. പോലീസ് അന്വേഷിക്കട്ടെ, വിവരങ്ങൾ പുറത്തു വരട്ടെ.